നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. സ്വർഗതുല്യമായ ആഹ്ലാദം, അവർണ്ണനീയമായ സന്തോഷം. ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മുടെ കുറവുകൾ നമുക്ക് മനസ്സിലാകുന്നത് മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോഴാണ്. മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കാണുമ്പോൾ നമ്മിൽ അതുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ബിലിന്റെ ജീവിതം കാണുമ്പോഴാണ് എനിക്ക് എൻ്റെ കുറവുകൾ മനസ്സിലാകുക. ബ്ലസ് ചേച്ചിയെ കാണുമ്പോഴാണ് എനിക്ക് ഇത്രയും കുറവുകൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓ തമാശ, നമുക്ക് കാണാം കാട്ടിലെ കൂട്ടുകാർ. ആലോചിച്ചിട്ട് ഒരെത്തം പിടിയും കിട്ടുന്നില്ല ഗംഭീർ. അതെ, വല്ല നല്ല പ്ലാനും ബുദ്ധിയിൽ ഉദിച്ചാ വളരെ നല്ലത്. എന്റെ പ്ലാൻ ഒന്നും ഇതുവരെ പാഴായിട്ടില്ല. സംഗതി നേരാ, പക്ഷെ അവസാനം ഉണ്ടല്ലോ 8 നിലയില്. മതി 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 മതി, എന്താ പറയാൻ വരുന്നതെന്ന് എനിക്കറിയാം. അതില് ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ല, നമ്മുടെ ഗതി ഓർത്തിട്ട് പറഞ്ഞതാ. ഏത് മങ്കിക്കും ഒരു ദിവസം വരും. എന്താ ആ ദിവസം ടൈഗറിന് പറ്റില്ലേ? നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പോവാ. കപില്, ഞാനൊരു നൈസ് ജോക്ക് അടിച്ചതല്ലേ? നൈസ് ജോക്ക്. ഇങ്ങനെയാണോ ജോക്ക് അടിക്കുന്നത്? കപില് വന്നേ ഇരിക്കി, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എല്ലാം സഹിക്കാൻ ഗംഭീർ, പക്ഷെ കളിയാക്കുന്നത് മാത്രം എനിക്ക് ഇഷ്ടമല്ല. പ്ലീസ് ഇരിക്കി, നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കാം. കപിലിന് ഇപ്പൊ എന്താ വേണ്ടത്? എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കണം. അതെ അതെ അതെ, പണം, അതാണ് എനിക്ക് ആവശ്യം. അതിനൊരു വഴി, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് നന്നായിട്ട് ആലോചിക്കാന്ന്. അപ്പോ മോട്ടുവിന് സംഗതിയൊക്കെ മനസ്സിലായോ? കുറച്ചൊക്കെ മനസ്സിലായി ഗംഭീർ. എന്താണ് എന്നാലും? മോട്ടു ഇതൊക്കെ നല്ലതിനല്ലേ? സംഗതി ശരി തന്നെ, എന്നാലും ഇത്രയും പണം വിശ്വസിച്ച് ഒരു രേഖയില്ലാതെ എങ്ങനെയാ? എന്താ മോട്ടു ഇത്? അപ്പൊ മൂട്ടു അറിഞ്ഞില്ലേ? എന്തറിഞ്ഞില്ലെന്ന്? ഈ മണിച്ചീൻ പങ്കലക്കാട്ടിൽ മൊത്തം ഒരു തരംഗമായിരിക്കാന്ന്. നേരാണോ ഈ പറയുന്നത്? പിന്നല്ലാണ്ട്, പണം കൊണ്ട് പണമുണ്ടാക്കണ ഈ അവസരം ആരാ ഉപയോഗിക്കാത്തത്? ഓഹോ, അങ്ങനെയാണോ? പങ്കലങ്കാട്ടിലെ ഓരോരുത്തരും ഇന്ന് കോടീശ്വരന്മാരാ. എന്നാലും രേഖയും മറ്റും ഇല്ലാതെ ഇത്രയും എന്തോന്ന് രേഖകള്? എന്റെ മോട്ടു കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന പങ്കലക്കാട്, അതാണ് ഞങ്ങളുടെ കമ്പനി ലക്ഷ്യമിടുന്നത്. എന്റെ മകന്റെ പഠനത്തിന് വേണ്ടി വെച്ച കാശെറിഞ്ഞ് കാശുണ്ടാക്കുക, അതാ ഞങ്ങളുടെ കമ്പനിയുടെ പോളിസി. ആട്ടെ, നിങ്ങളുടെ ഓഫീസ് എവിടെയാ? അതെ, ഓടപ്പാലം കഴിഞ്ഞ് നടന്നു വന്നാ മതി. ശരി, എങ്കിൽ ഞാൻ നാളെ ഓഫീസിലേക്ക് വരാം. ഓക്കേ, യു ആർ വെൽക്കം. എന്റെ മകന്റെ പഠനത്തിന്റെ പണമാ ഗംഭീരെ തരുന്നത്. എന്തെങ്കിലും ഈ മൂട്ടുവിന്റെ ഒരു കാര്യം, സമാധാനമായിട്ട് നാളെ വാ, ബാക്കി നമുക്ക് അവിടുന്ന് പറയാം. അപ്പൊ പറഞ്ഞതുപോലെ നാളെ കാണട്ടാ. എന്താ ഇവിടെ? എന്താ കാര്യം? ഒന്നുമില്ല, ഞാൻ മോട്ടുവിനെ ഒന്ന് കാണാൻ ഇങ്ങനെ. എന്താ വിശേഷം? പറഞ്ഞിരിക്കാൻ നേരില്ലേ, എല്ലാം മോട്ട് പറയും. ഞാൻ പോയിക്കോട്ടെ, വരട്ടെ. എന്താ
എന്താ മോട്ടു, എന്തിനാ ഗംഭീർ വന്നത്? അത് പിന്നെ സാറേ, എന്തോ കാര്യമുണ്ട്, എന്തായാലും പറയൂ. അത് സാറേ, അവരുടെ മണി ചെയിൻ പോളിസിയെ കുറിച്ച്. ഓ, പണം ഇരട്ടിപ്പ്. അതെ സാറേ, പണം ഇരട്ടിപ്പ്. ഈ കാട് മുഴുവൻ ഇപ്പോ ഇവരുടെ പുറകെയാ. എന്താ സാർ, വല്ല തട്ടിപ്പുവാണോ? ഓ, ആർക്കറിയാം എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നതെന്ന്. എന്റെ മോന്റെ പഠനത്തിന്റെ ആവശ്യത്തിന് വെച്ച പണമാ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണെന്ന് ആർക്കറിയാം. എന്തായാലും പണം ഇരട്ടിപ്പ് എന്ന് പറയുന്നത് നല്ല കാര്യമല്ല. അന്വേഷിച്ചിട്ട് ചെയ്താ മതി. എന്തായാലും ഒരു പരീക്ഷണം. ആർക്കറിയാം ഇതൊക്കെ എത്ര കാലം നിലനിൽക്കുമെന്ന്. ആ പിന്നെ ഇന്നത്തെ ചോല സംരക്ഷണ കമ്മിറ്റിയെ കുറിച്ച് അറിയിക്കാനാ ഞാൻ വന്നത്. വൈകിട്ട് 5 മണിക്കല്ലേ? വരാൻ സാറേ. എന്നാ ശരി. ശരി. സംഗതി ക്ലിക്കായിട്ടാ. ഇനി നമ്മള് പങ്കിലക്കാട്ടിലെ കോടീശ്വരന്മാര്. അതെ 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 അതെ, ഞാൻ വിചാരിച്ചു നമ്മുടെ പ്ലാൻ ചീറ്റിപ്പോകുമെന്ന്. ചീറ്റിപ്പോകാനാ? പ്ലാനിങ് അത്ര ഗംഭീരമാണ്. സംഭവം ശരി തന്നെ. ഈ പണമൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഗംഭീർ? എന്റെ കബില് പണം അത് ചെലവാക്കാനുള്ള പ്രയാസം. എന്തൊരു കോമഡി. ഒരു കൂൾ വരുന്നുണ്ട്. നീ കറക്കിയിരിക്കോ? ഞാൻ ഈ ലാപ്പ് എങ്ങനെ തുറക്കാമെന്ന് നോക്കട്ടെ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. വെരി വെരി ഗുഡ് മോർണിംഗ്. മോട്ടു ഇരിക്ക്. താങ്ക് യു. സാറേ, ഇത് മോട്ടു. സാർ, കുറച്ച് പണം ഈ മോട്ടുവിന്റെ കയ്യിലുണ്ട്. അതൊന്ന് ഇരട്ടിപ്പിച്ച് കൊടുക്കണം. ഓഹോ, മകന്റെ പഠനത്തിന് വേണ്ടി വെച്ച പണമാ. ശരി ശരി. സാർ, 3 ലക്ഷം രൂപയുണ്ട് മകന്റെ പഠനത്തിന്. അറിയാം. അത് മോട്ടു, ഈ പണം 2 മാസം കൊണ്ട് 6 ലക്ഷം രൂപയാവും. ഇങ്ങനെയുണ്ട്. എന്താ വിശ്വാസം വരുന്നില്ലേ? അതല്ല, എനിക്ക് വിശ്വസിച്ച് പണം ഏൽപ്പിക്കാലോ അല്ലേ? ഞങ്ങളുടെ കമ്പനിയെ നിങ്ങൾക്ക് വിശ്വസിക്കാം. വിശ്വാസമല്ലേ എല്ലാം. പണം കൊണ്ട് പണമുണ്ടാക്കുന്ന വിദ്യ, അതാണ് ഞങ്ങളുടെ കമ്പനി മുന്നോട്ട് വെച്ചത്. അത് വളരെ ഭംഗിയായി നടക്കുന്നു. അതെ, വെരി കറക്റ്റ്. പണം എടുത്തോളൂ. ഗംഭീർ, പണം വാങ്ങിക്കൂ. എന്നിട്ട് സേഫായി സൂക്ഷിക്കണം കേട്ടോ. 2 മാസം കഴിഞ്ഞിട്ട് വരൂ. അപ്പൊ നിങ്ങൾക്ക് ഇരട്ടി പണവുമായി പോവാം. ശരി സാറേ. മൊത്തം പണവുമായി ഞങ്ങൾ നാളെ മുങ്ങുന്ന കാര്യം പാവം മോട്ടു അറിയണില്ലല്ലോ. എങ്കിൽ ശരി, ഞാൻ വരട്ടെ ഗംഭീര. ഞാൻ പോവാ. ഓക്കെ, ശരി എന്നാ. ശരി, വീണ്ടും കാണാം ട്ടോ മോട്ടു. എന്നാ അങ്ങനെ ആട്ടെ. എന്താ ഗംഭീർ, എങ്ങനെയുണ്ട് അഭിനയം? ഈ വർഷത്തെ ഓസ്കാർ ഉറപ്പാ. ഓസ്കാർ. ഇതേ ആദ്യം ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്ക്. അത് ശരിയാ. ഇനി ഇവിടെ നിൽക്കുന്നതില് വലിയ അർത്ഥമില്ല. വേഗം വേണം. ഇനി കുറച്ചു കാലത്തേക്ക് പണിയെടുക്കാതെ നല്ല ഫുഡ് അടിച്ച് നന്നായി കറങ്ങി എന്റർടൈൻമെന്റ് നടത്തി. പണം ഈ ബാഗിൽ വെച്ചേക്ക്. എന്തിനത്? ഈ ബുക്ക് തനിക്കെന്തിനാണ്? നമുക്ക് പണം തന്നവരുടെ പേര് ഓർത്തിരിക്കാമല്ലോ. കഷ്ടം തന്നെ. വസന്തം പോയി, ഗ്രീഷ്മം വന്നു. എന്നാലും ഇത് വലിയ ചതിയായി പോയി. കഷ്ടം. എത്ര നാളത്തെ അധ്വാനം ആ ചതിയന്മാരെ ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു മാറ്റിയത്. ഞാൻ എന്റെ ഭാര്യയുടെ മാലയും വളയും പണയം വെച്ച മണിച്ചെയിൻ പദ്ധതിയിൽ ചേർന്നത്. എന്റെ മോന്റെ പഠനം. ഈശ്വര, അവന്മാർക്ക് നല്ല ശിക്ഷ നൽകണേ. അയ്യോ സാറേ, എല്ലാം പോയി സാറേ. എന്റെ എല്ലാ സ്വപ്നവും തകർന്നു. നിങ്ങള് വിഷമിച്ചിട്ട് കാര്യമില്ല. വൻ തട്ടിപ്പിലാ നിങ്ങൾ പെട്ടത്. സാർ, ചതിയന്മാർ നിങ്ങളുടെ പണവുമായി കടന്നവരെ ഏഴിമലക്കാട്ടിൽ വെച്ച് കിടിലൻ സാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ഇപ്പോൾ ഞാൻ ടിവിയിൽ ഫ്ലാഷ് ന്യൂസ് കണ്ടതാ. അവന്മാരെ പിടിച്ചിട്ടെന്താ? പണം പോയില്ലേ? നിങ്ങളുടെ പണം സുരക്ഷിതമായി കിടിലൻ സാറിന്റെ കൈവശമുണ്ട്. അപ്പോ ഞങ്ങൾക്ക് പണം കിട്ടുമോ? നമുക്ക് ശ്രമിക്കാം. നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകാം. ശരി.
ദൈവമേ, പണം കിട്ടിയാ മതിയായിരുന്നു. നിങ്ങളുടെ അത്യാഗ്രഹം അതാ നിങ്ങൾ ഇത്രയും വിഷമതയിലെത്തിച്ചത്. സാർ, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാ. സാരമില്ല. നമ്മളെ ദൈവം അകമഴിഞ്ഞ് സഹായിക്കുമ്പോൾ ആ സഹായം നമ്മളുടെ നന്മയ്ക്ക് വിനിയോഗിക്കുക. അല്ലാതെ അതിരട്ടിയാക്കാൻ മറ്റു കുറുക്കുവഴികൾ സ്വീകരിക്കുന്നത് ശരിയല്ല. മനസ്സിലായി സർ. ഗംഭീറിനെ പോലെയും കപിലിനെ പോലെയും ഉള്ളവരെ സൃഷ്ടിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാ. നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ കൂട്ടുകെട്ടുമാണ്. ഇനിയെങ്കിലും നല്ലവരായി നല്ല പ്രവൃത്തി ചെയ്ത് ദൈവത്തിന്റെ ദൂതന്മാരായി ജീവിക്കാൻ ശ്രമിക്കുക. നമ്മളെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നല്ല മനസ്സുകൾ ഉണ്ടാകുന്നതിന് ഇത്തരം കഥാകാഴ്ചകൾ ഉപകരിക്കും. കഥകളിലെ നന്മകൾ ജീവിതത്തിൽ സ്വീകരിക്കണമെന്ന് മാത്രം. നിറമുള്ള കഥകളും നമുക്ക് സന്ദേശം നൽകും. ചിത്രശാല. ചിത്രശാലയിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്നത്തെ ചിത്രശാലയിൽ ഒരു മനുഷ്യനെ ചിത്രീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുക. പ്രത്യേകിച്ച് ഒരു മനുഷ്യനെ ചിത്രീകരിക്കുമ്പോൾ, ഒരു പുരുഷനെ ചിത്രീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ തല എന്തുമാത്രമുണ്ടോ അതിൻ്റെ 6 തലയാണ് ഒരു മനുഷ്യൻ്റെ ഉയരം എന്ന് പറയുന്നു. തീർച്ചയായിട്ടും നമുക്കൊന്ന് അതൊന്ന് പരിശോധിക്കാം. അതിനനുസരിച്ചൊന്ന് ചിത്രം വരച്ചു നോക്കാം. 6 തലയാണ് ഒരു മനുഷ്യൻ്റെ ഉയരം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അതിനനുസരിച്ച് വരയ്ക്കാം. 6 തലയിൽ ആദ്യത്തെ തല നമ്മുടെ മനുഷ്യൻ്റെ തല. ഈ തല തന്നെ വീണ്ടും എടുത്ത് താഴേക്ക് വയ്ക്കുമ്പോൾ അത് നമ്മൾ സാധാരണ പറയാറുള്ള നെഞ്ചാംകൂടിൻ്റെ അടിഭാഗത്ത് വന്ന് നിൽക്കും. അടുത്ത ഒരു തല എടുത്തു വയ്ക്കുമ്പോൾ പൊക്കിൾ കൊടി വരെ വരും. ഒരു മനുഷ്യനെ ചിത്രീകരിക്കുമ്പോൾ ഇവിടെയായിരിക്കും പൊക്കിൾ കൊടി. അടുത്ത ഒരു തലയും കൂടെ എടുത്തു വയ്ക്കുമ്പോൾ അത് അബ്ഡോമന്റെ താഴെ വരെ വരും. അടുത്ത ഒരു തല എടുത്തു വയ്ക്കുമ്പോൾ അത് മനുഷ്യന്റെ മുട്ടുകാലിന് മേലെയായിട്ട് വന്ന് നിൽക്കും. ഒരു തലയും കൂടെ എടുത്തു വയ്ക്കുമ്പോൾ അത് കാലിൻ്റെ മുട്ടിന് താഴെ പകുതിക്ക് താഴെയായിട്ട് വന്ന് നിൽക്കും. വീണ്ടും ഒരു തലയുടെ പകുതി കൂടെ വയ്ക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉയരമായി. ഇത്രയും വലുപ്പമുള്ള തലയുള്ള ഒരു മനുഷ്യൻ്റെ ഉയരം ഇത്രയും ആയിരിക്കും. ഈ മനുഷ്യനെ നേരെ ഇങ്ങനെ ഭാഗിച്ച് നമുക്ക് ചിത്രം പൂർത്തിയാക്കാൻ എളുപ്പം സാധിക്കും. ഇവിടെയായിരിക്കും പൊക്കിൾ കൊടി വരിക, ഇവിടെയായിരിക്കും നെഞ്ചിൻ്റെ അടിഭാഗം വരിക, ഇതിൻ്റെ നേർമധ്യത്തിലായിരിക്കും മുലക്കണ്ണ് എന്ന് പറയുന്ന ഭാഗം വരിക. കൃത്യമായി ഈ തല വരച്ചു കഴിഞ്ഞാൽ അവിടേക്ക് താഴേക്ക് ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് അടയാളപ്പെടുത്തി നമുക്ക് വരയ്ക്കാൻ സാധിക്കും. തലയെ 4 ആക്കി ഭാഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേൽഭാഗത്തിൻ്റെ കൃത്യം പകുതിക്ക് ഇവിടെയായിരിക്കും മൂക്കിൻ്റെ അഗ്രം വരിക, അതിന് താഴെ ചൊടി വരും, ചുണ്ട് വരും. ഇതിൻ്റെ മുകൾ ഭാഗം വീണ്ടും ഭാഗിക്കുമ്പോൾ അവിടെയായിരിക്കും പുരികം വരിക. ഇതിൻ്റെ നേർമധ്യത്തിലായിരിക്കും, ഈ കളത്തിൻ്റെ നേർമധ്യത്തിലായിരിക്കും കണ്ണ് വരിക. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ കണ്ണുകൾ തമ്മിലുള്ള 2 കണ്ണുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഒരു കണ്ണിൻ്റെ അകലമാണ്. ഈ കണ്ണിൻ്റെയും നടുക്കുള്ള ഭാഗം മറ്റൊരു കണ്ണിൻ്റെ അകലം തന്നെയാണ്. കൃത്യമായിരിക്കും. അത് ഒരാളുടെ മുഖത്തിൻ്റെ വീതി എന്ന് പറയുന്നത് 5 കണ്ണാണ്. 2 കണ്ണ് നമുക്കുണ്ട്, അതിൻ്റെ മധ്യത്തിൽ ഒരു കണ്ണും
രണ്ട് സൈഡിലും ഓരോ കണ്ണും വെച്ച് കഴിഞ്ഞാൽ തലയുടെ വീതി കൃത്യമായി. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വീണ്ടും വെച്ച് നോക്കാം. ഇവിടെ ഒരു കണ്ണ്, ഇവിടെ ഒരു കണ്ണ്, ഇവിടെ ഒരു കണ്ണ്. ഇങ്ങനെ 5 കണ്ണ് വെച്ച് കഴിഞ്ഞാൽ തലയുടെ വീതി കൃത്യമായിരിക്കും. ഇതുപോലെയാണ് നമ്മൾ ചിത്രം വരച്ചു വരിക. ഇവിടെയായിരിക്കും, ഇവിടെ മൂക്കിന്റെ അഗ്രം വരുന്നു എന്ന് പറഞ്ഞു. ഇതിന്റെ താഴേക്ക് ചൊടി വരും. ചൊടിയുടെ അടിഭാഗം ഇവിടെ വന്ന് നിൽക്കും. ഇവിടെയായിരിക്കും പൊക്കിൾ കൊടി വരിക. ഈ ചിത്രം രചിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായി തലയുടെ 5.5 ഇരട്ടി കൂടെ വലുപ്പമാണ് ഒരു മനുഷ്യൻ്റെ ഉയരമെന്ന്. ഇതുപോലെ ചിത്രം വരയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ക്ലാസിക്കലായിട്ട് ഒരു മനുഷ്യൻ്റെ ചിത്രം വരയ്ക്കാൻ നമുക്ക് സാധിക്കും. കൃത്യമാണ്, അത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്ത കാര്യമാണ്. എന്നാൽ അതിൽ വ്യതിയാനങ്ങളുണ്ടാകാം. ഒരു മനുഷ്യൻ്റെ ടോൾമെൻ, ഷോർട്ട് മെൻ എന്നിങ്ങനെയുള്ള വ്യതിയാനങ്ങൾക്കനുസരിച്ച് വ്യതിയാനങ്ങളുണ്ടാകാം. എന്നാൽ ക്ലാസിക്കൽ മെൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അനുസരിച്ച് 6.5 തലയാണ് ഒരു മനുഷ്യൻ്റെ ഉയരം. ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. ഇത് പഠിച്ചതിനനുസരിച്ച് നമുക്ക് അനാട്ടമി വെച്ചുകൊണ്ട് നമുക്ക് പടം വരയ്ക്കാൻ സാധിക്കും, ചിത്രം രചിക്കാൻ സാധിക്കും. അത് കൃത്യമായിരിക്കുകയും ചെയ്യും. എല്ലാവരും ഇതുപോലെ പരിശീലിച്ച് നോക്കുക. നന്നായിട്ട് പരിശീലിച്ച് ചിത്രം രചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ചിത്രരചനയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിങ്ങളേവരും കടന്നു വരും എന്നുള്ള പ്രത്യാശയോടുകൂടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഓരോ കാഴ്ചകളും നിങ്ങൾക്ക് ഓരോ സന്ദേശം നൽകുന്നില്ലേ? നിങ്ങൾക്ക് ലഭിക്കുന്ന വ്യത്യസ്തങ്ങളായ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് അയയ്ക്കുക. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അടുത്തയാഴ്ച നമ്മൾ കാണുന്നത് വരെ, ഇതേ സമയം വീണ്ടും കൂടുന്നത് വരെ പ്രാർത്ഥനാശംസകൾ.